ഈ ഒരു വീഡിയോയിൽ നമുക്ക് പൈത്തൺ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ബേസിക്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്കൊരു ഡേ ടു ഡേ ബേസിസിൽ കോമൺ ആയിട്ട് വരുന്ന ചില കാര്യങ്ങൾ, ഫയൽ ഹാൻഡ്ലിംഗ് പോലത്തെ കാര്യങ്ങൾ ഈസി ആയിട്ട് എങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ, എനിക്ക് കുറച്ച് ഫയൽസ് ഒരു ലൊക്കേഷനിൽ നിന്ന്, അതായത് ഏതെങ്കിലും ഒരു ഡ്രൈവിൽ നിന്നോ ഒരു ഫോൾഡറിൽ നിന്നോ ഉള്ള ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഫയൽസ്, ഫോർ എക്സാമ്പിൾ PDF ഫയൽ അല്ലെങ്കിൽ PNG ഫയൽ, എനിക്കൊരു ലൊക്കേഷനിൽ നിന്ന് വേറൊരു ലൊക്കേഷനിലോട്ട് മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ യൂഷ്വലി നമ്മളത് ചെയ്യുന്നത് ആ ലൊക്കേഷനിൽ പോവുക, ആ ഫയൽസ് സെലക്ട് ചെയ്യുക, കോപ്പി ചെയ്ത് അല്ലെങ്കിൽ കട്ട് ചെയ്ത് പുതിയ ലൊക്കേഷനിലോട്ട് പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഈ ഫയൽസ് എല്ലാം ഒരു ഫോൾഡറിലാണ് കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കത് വളരെ എളുപ്പമാണ്. പക്ഷേ പല പല ഫോൾഡറുകളിൽ സ്പ്ലിറ്റായി അല്ലെങ്കിൽ ചിതറി കിടക്കുന്ന ഒരു സെറ്റ് ഓഫ് ഫയൽസ് ആണെന്നുണ്ടെങ്കിൽ അത് വളരെ മാനുവലായിട്ട്, അതായത് കോപ്പി പേസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക്കാണ്. സോ അത് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുക ഒന്നുകിൽ നമ്മൾ കമാൻഡ് ലൈനിൽ കമാൻഡ്സ് യൂസ് ചെയ്തിട്ട്, അതായത് GUI യൂസ് ചെയ്യാതെ കമാൻഡ്സ് യൂസ് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിലാണ് നമുക്ക് കമാൻഡ് ലൈനിൽ ഏറ്റവും അതിൻ്റെ ഒരു പവർ നമുക്ക് യൂസബിലിറ്റി നമുക്ക് വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരു പൈത്തൺ കോഡ് അല്ലെങ്കിൽ പൈത്തൺ സ്നിപ്പെറ്റ് എഴുതുക എന്നുള്ളതാണ്, ഒരു പൈത്തൺ സ്ക്രിപ്റ്റ് ഈ ഒരു ടാസ്ക് ചെയ്യാനായിട്ട്. സോ ഇതിൻ്റെ യൂസ് കേസ് എന്ന് പറഞ്ഞാൽ പല രീതിയിൽ നമുക്ക് ചിന്തിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പൈത്തൺ സ്ക്രിപ്റ്റ് എഴുതാം, അത് നിങ്ങളുടെ ഒരു സിസ്റ്റത്തിൽ ഡൗൺലോഡ്സ് ഫോൾഡറിൽ വരുന്ന ജങ്ക് ഫയൽസ് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ചെയ്യാനായിട്ട് ഒരു സെർട്ടൺ എവറി വീക്ക് അല്ലെങ്കിൽ എവറി ഡേ ഓർ എവറി മന്ത് ഒരു സെർട്ടൺ ഡേയിൽ ഒരു ടൈമിൽ ഡിലീറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് അങ്ങനെയൊക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പം നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അതിനു മുമ്പ് നമുക്ക് എങ്ങനെ ഒരു ഫോൾഡറിൽ കിടക്കുന്ന ഫയൽസിൻ്റെ ലിസ്റ്റ് എടുക്കാം, അല്ലെങ്കിൽ ഒരു PDF ഫയൽസിൻ്റെ മാത്രം ഒരു ലിസ്റ്റ് ഒരു പർട്ടിക്കുലർ ഫോൾഡറിൽ നിന്ന് എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം ഇതിനെയായിരിക്കും പിന്നീട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ ഈ പറയുന്ന ഒരു സ്ക്രിപ്റ്റ് ഫോർമാറ്റിലോട്ട് അല്ലെങ്കിൽ ഒരു ഓട്ടോമാറ്റിക് ഡിലീഷൻ സ്ക്രിപ്റ്റിലോട്ടോ അങ്ങനെയൊക്കെ നമ്മൾ എത്തിക്കുന്നത്. സോ അതിന് മുന്നേ ആയിട്ട് നമുക്ക് ആ ഒരു ഫയൽ ലിസ്റ്റ്, ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഫയൽസിൻ്റെ മാത്രം ഒരു ലിസ്റ്റ് എങ്ങനെ ഒരു സെർട്ടൺ ലൊക്കേഷനിൽ നിന്ന് എടുക്കാമെന്ന് നോക്കാം. സോ ഇതെടുക്കാനായിട്ട് നമുക്ക് പൈത്തണിൽ നിന്ന് നമ്മളൊരു ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യണം. ആ ലൈബ്രറിയുടെ പേരാണ് OS, ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അങ്ങനത്തെ ഓപ്പറേഷൻസാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ OS എന്ന് പറയുന്ന ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യണം. ദെൻ ഇനി ഒരു ലൊക്കേഷനിൽ കിടക്കുന്ന ലിസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ലിസ്റ്റ് സ്റ്റോർ ചെയ്യാനായിട്ട് ഞാനൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം, ഫയൽ ലിസ്റ്റ്. സോ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് ഒരു സജഷൻസ് വരുന്നുണ്ട്. സോ os.listdir എന്ന് പറയുന്നതാണ് എൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇത് ഒരു സെർട്ടൺ ലൊക്കേഷനിൽ നിന്നുള്ള ഫയൽസിൻ്റെ എല്ലാം ലിസ്റ്റ് എനിക്ക് തരും. അത് പ്രിൻറ്റ് ചെയ്യാനായിട്ട് ഞാൻ പ്രിൻറ്റ് ഫയൽ ലിസ്റ്റ് കൊടുക്കുന്നു. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം, ഇവിടെ ഒരു ഡോട്ട് സിമ്പിൾ വരുന്നുണ്ട്. അത് ഉദ്ദേശിക്കുന്നത് എൻ്റെ കറണ്ട് ലൊക്കേഷനിലുള്ള ഫയൽസിൻ്റെ ലിസ്റ്റ് എടുക്കുക എന്നാണ് അത് പറയുന്നത്. സോ ഞാൻ ജസ്റ്റ് ഈ ഒരു കോഡ് ഒന്ന് റൺ ചെയ്യാം. ഓക്കെ, സോ ഇത് റൺ ചെയ്തപ്പോൾ എനിക്കിവിടെ ഈ ഒരു ലൊക്കേഷനിൽ കിടക്കുന്ന നോട്ട്ബുക്സ്, ഗൈഡ് ലൈൻസ്, ഡേറ്റാ സെറ്റ്സ് ഇങ്ങനെയുള്ള ഫോൾഡേഴ്സും അല്ലാതുള്ള ഹിഡൻ ഫയൽസ് .ds സ്റ്റോർ, പൈക്യാഷെ, readme.md ഇതെല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. സോ ഇതെല്ലാം ഈ ഒരു ലൊക്കേഷനിൽ വരുന്ന ഫയൽസാണ്. സപ്പോസ് എനിക്കതിന് പകരം വേറൊരു ലൊക്കേഷനിൽ കിടക്കുന്ന ഫയൽസാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു ഫയൽ പാത്ത് ഞാൻ ആദ്യം കൺസ്ട്രക്റ്റ് ചെയ്ത് കൊടുക്കണം. ഫയൽ പാത്ത് എന്ന് പറയുന്ന ഒരു വേരിയബിളിലോട്ട് ഞാനത് സേവ് ചെയ്യുവാണ്. സോ അതിനും നമുക്ക് OSൻ്റെ അകത്തെ ഒരു ഫങ്ഷനായിട്ടുള്ള പാത്ത് എന്ന് പറയുന്ന അല്ലെങ്കിൽ ജോയിൻ എന്ന് പറയുന്ന ഫങ്ഷൻ യൂസ് ചെയ്യാം. ഇപ്പം അതും കൂടി ഒന്ന് ഇമ്പോർട്ട് ചെയ്യാം. ഫ്രം OS .path join. സോ ജോയിൻ എന്ന് പറയുന്നതാണ് ഫംഗ്ഷൻ്റെ പേര്, പാത്ത് എന്ന് പറയുന്ന മോഡ്യൂളിൻ്റെ പേരാണ്. ഇനി ജോയിൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഏത് ഫോൾഡർ സ്ട്രക്ചർ, സബ് ഫോൾഡർ സ്ട്രക്ചർ വേണമെങ്കിലും പറഞ്ഞു കൊടുക്കാം. സോ എനിക്ക് വേണ്ടത് എൻ്റെ ഡൗൺലോഡ്സ് ഫോൾഡറാണ്. സോ ഡൗൺലോഡ്സ് ഫോൾഡർ കിട്ടാനായിട്ട് ഞാൻ ജസ്റ്റ് അതിൻ്റെ പാത്ത് ജസ്റ്റ് ഒന്ന് നോക്കുകയാണ്. സോ നിങ്ങളുടെ സിസ്റ്റത്തിൽ ചിലപ്പം C പ്രോഗ്രാം ഫയൽസ് എങ്ങനെയായിരിക്കും, പക്ഷേ എനിക്ക് ഇവിടെ എൻ്റെ സിസ്റ്റത്തിൽ ഇങ്ങനെ ഒരു 3 ഫോൾഡേഴ്സിൻ്റെ അകത്തായിട്ടാണ് അല്ലെങ്കിൽ 3rd ഫോൾഡറായിട്ടാണ് ഇത് വരുന്നത്. സോ അത് ഞാൻ ജസ്റ്റ് കോമ സെപ്പറേറ്റഡ് ആയിട്ട് ആ ഫോൾഡർ നെയിംസ് കോഡ്സിൻ്റെ അകത്ത് കൊടുക്കുകയാണ്.
ഓക്കെ, സോ ഇവിടെ പാത്ത് കൺസ്ട്രക്റ്റ് ആയി. ഇനി ഈ പാത്തിലുള്ള ഫയൽസിൻ്റെ ലിസ്റ്റാണ് എനിക്ക് വേണ്ടത്. ഓക്കെ, സോ ഒരു പാർട്ട് പൂർത്തിയായിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ പർട്ടിക്കുലർ ലൊക്കേഷനിൽ, അതായത് യൂസേഴ്സ് സജിൽ ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഈ ലൊക്കേഷനിൽ വരുന്ന ഫയൽസിൻ്റെ ലിസ്റ്റ് ആയിരിക്കും എനിക്ക് കിട്ടുന്നത്. ഓക്കെ, ഒരു ചെറിയ എറർ വരുന്നുണ്ട്. നമുക്കത് എന്താണെന്ന് നോക്കാം. No such file or directory. Users Sajil downloads. Okay. നമുക്ക് ഇവിടുന്ന് കൂടെ അതിൻ്റെ ഒരു പാത്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. /users. ഓക്കെ, ഞാനിവിടെ ഫസ്റ്റ് ഡയറക്ടറിയിൽ അല്ലെങ്കിൽ ഫസ്റ്റ് എൻ്റെ ഹോം ലൊക്കേഷനിൽ /യൂസ് ചെയ്യണമായിരുന്നു. അത് ഞാൻ യൂസ് ചെയ്തില്ല, അതുകൊണ്ടാണ് എനിക്ക് ആ ഒരു പാത്ത് എറർ കിട്ടിയത്. സോ ഇതൊരു സെപ്പറേറ്റ് ഹോം ഡയറക്ടറി ആയതുകൊണ്ട് തന്നെ ഒരു സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തു നോക്കാം. സോ യെസ്, സോ ഇതിൻ്റെ ഹോം ലൊക്കേഷനാണ്. അവിടുന്ന് യൂസേഴ്സ് ഫോൾഡറിൻ്റെ അകത്ത് സജിൽ എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ അകത്ത് ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ അകത്ത് പോകാനാണ് പറയുന്നത്. ഓക്കെ, സോ ഇപ്പോൾ എനിക്ക് കിട്ടിയ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള എല്ലാ ഫയൽസിൻ്റെയും ലിസ്റ്റ് കിട്ടി. അതായത് CSV ഫയൽസ് ഉണ്ട്, ടെക്സ്റ്റ് ഫയൽസ് ഉണ്ട്, PNG ഫയൽസ് ഉണ്ട്, PDF ഫയൽസ് ഉണ്ട്, EPUB ഫയൽസ് ഉണ്ട്, ഓക്കെ, ഫോൾഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് എനിക്ക് PDF ഫയൽസ് മാത്രം ഫിൽട്ടർ ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനെ ഫിൽട്ടർ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ ലിസ്റ്റ് കോംപ്രഹെൻഷൻ എഴുതുവാണ്. സോ പല രീതിയിൽ നമുക്കത് ചെയ്യാം. പക്ഷേ നമ്മൾ സിമ്പിളായിട്ടൊരു ലിസ്റ്റ് കോംപ്രഹെൻഷൻ യൂസ് ചെയ്യുവാണെങ്കിൽ, അതായത് നമ്മൾ PDF എക്സ്റ്റൻഷനിൽ എൻഡ് ചെയ്യുന്ന മാത്രം ഫയൽ നെയിംസ് നിലനിർത്തുക, ബാക്കിയുള്ളത് ഡിസ്കാർഡ് ചെയ്യുക. അതായത് ഫിൽട്ടർ ചെയ്തെടുക്കുകയാണ്. ടോട്ടൽ ഫയൽ ലിസ്റ്റിൽ നിന്ന് PDF എക്സ്റ്റൻഷൻ വരുന്നത് മാത്രം ഫിൽട്ടർ ചെയ്ത് പ്രിൻറ്റ് ചെയ്യുവാണെന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഇപ്പോൾ എനിക്ക് PDF ഫയൽസിൻ്റെ മാത്രമായിട്ടൊരു ലിസ്റ്റ് വന്നിട്ടുണ്ട്. സോ ഇത് വേറെ വേറെ ലൈനിൽ താഴെ വരണമെന്നുണ്ടെങ്കിൽ ഞാനത് ചെറിയൊരു മോഡിഫിക്കേഷൻ കൂടെ കൊടുക്കുകയാണ്. ഓക്കെ, ഇത് നമ്മൾ ലൂപ്പിൽ പ്രിൻറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കത് വേറെ വേറെ ലൈനിൽ വരുന്നത്. ഇവിടെ ഇപ്പം ഞാൻ ജസ്റ്റ് ഇത് കൊടുത്താൽ ആ ഒരു രീതിയിൽ വരില്ല, അല്ലെങ്കിൽ ഞാനത് ലൂപ്പിൽ പ്രിൻറ്റ് ചെയ്യണം. സോ അത് ലൂപ്പിൽ പ്രിൻറ്റ് ചെയ്യാനായിട്ട് കൊടുത്താൽ മതിയാകും. സോ കീവേഡ് ഒന്ന് മാറ്റി കൊടുക്കാം, ഫയൽ നെയിം എന്നുള്ള രീതിയിൽ. കാരണം ഫയൽ എന്ന് പറയുന്ന പേര് ഓൾറെഡി റിസർവ്ഡ് ആണ് ഫോർ സം യൂസ്. ഓക്കെ, സോ ഇവിടെ ഇപ്പം ഒരു ലിസ്റ്റ് ഓഫ് PDFസിൻ്റെ എല്ലാം ഒരു ലിസ്റ്റ് വരുവാണ്. സോ ഇങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ സോർട്ട് ചെയ്യാനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും പറ്റും. സോ സോർട്ട് ചെയ്ത് കിട്ടണമെങ്കിൽ ഇവിടെ ഞാൻ സോർട്ടഡ് കൂടെ കൊടുക്കുകയാണ്. സോ ഇനി വരുന്ന ലിസ്റ്റ് ഓഫ് ഫയൽസ് എന്ന് പറയുന്നത് സോർട്ടഡ് ഇൻ അസെൻഡിങ് ഓർഡർ. ബൈ ഡിഫോൾട്ടായിട്ട് എയിൽ തുടങ്ങി ABCD ആ ഒരു രീതിയിൽ വട്ടവർ എന്തൊക്കെയാണോ അതിൻ്റെ അകത്തുള്ള ഫയൽസ് അതിനനുസരിച്ച് സോർട്ടഡ് ആയ ഒരു ലിസ്റ്റ് ആയിരിക്കും വരുന്നത്. സോ വളരെ സിമ്പിളായിട്ട് നമ്മളൊരു OS ലൈബ്രറി യൂസ് ചെയ്ത് ലിസ്റ്റ് എടുക്കുന്നതും PDF ഫയൽസ് വെച്ച് ഫിൽറ്റർ ചെയ്യുന്നതും അതിനെ സോർട്ട് ചെയ്യുന്നതും അസെൻഡിങ്ങുകളിൽ സോർട്ട് ചെയ്യുന്നതും പ്രിൻറ്റ് ചെയ്യുന്നതുമാണ് നമ്മളവിടെ കണ്ടത്. സോ ഇതേ ലോജിക് ഫോളോ ചെയ്തുകൊണ്ട് നമുക്ക് ആക്ച്വലി ഈ ഫയൽസിനെ റീനെയിം ചെയ്യുക, ഒരു ലൊക്കേഷനിൽ നിന്ന് വേറെ ലൊക്കേഷനിൽ മൂവ് ചെയ്യുക, ഇങ്ങനെയുള്ള ടാസ്കുകളെല്ലാം ചെയ്യാൻ സാധിക്കും. അതുപോലെ ജങ്ക് ഫയൽസ് ഡിലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാം. അതിൻ്റെ സൈസ് എടുത്ത് നോക്കാം. അതിന് അങ്ങനെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഡാഷ്ബോർഡ് ബിൽഡിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അതായത് നമ്മുടെ കയ്യിലുള്ള ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഡാഷ്ബോർഡ് ബിൽഡിങ് അങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് ഒരു പൈത്തൺ പ്രോഗ്രാമിങ്ങിലുള്ള നമ്മുടെ ഒരു പ്രൊഫഷ്യൻസി പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. സോ ഇത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക നിങ്ങളുടെ യൂസ് കേസിന്. ദെൻ ഇതിനെ ഏതൊക്കെ രീതിയിൽ മോഡിഫൈ ചെയ്ത് നമുക്ക് യൂസ്ഫുൾ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ യൂസ്ഫുൾ
ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റാക്കി മാറ്റാം എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ പറയുക. നിങ്ങളുടെ ഐഡിയാസ് എങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ ഐഡിയാസും ഷെയർ ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു എവരി വൺ. ഹാപ്പി കോഡിങ്.